ഹലോ ഗായ്സ്, നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഒരു കൊച്ചു വളർന്നു വരുന്ന ഫെമിനിസ്റ്റിനെയാണ്. I'm not a feminist. That's what you wanted to hear, right? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞങ്ങളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നീ തന്നെ പറയുന്നില്ലയോ? ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഐ സി ഗേൾസ് സെയിങ് I'm not a feminist. ലൈക്ക് ഭയങ്കര മാസ് ആയിട്ടൊക്കെ പറയുന്നത്. അത് ആ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ചോയ്സ് അല്ലയോ? നിനക്കെന്താ കുഴപ്പം? ആ കൊച്ചു അങ്ങനെ പറയുന്നത്? നീ ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ പോരെ. മറ്റുള്ളവരെ നീ ഫെമിനിസ്റ്റ് ആക്കാൻ നോക്കുന്നുണ്ടോ? ഇതിന് And I'm like, babe, do you even know what feminism is? അയ്യോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഇതിന്റെ ഓരോന്ന് വേർഷൻ വന്നോണ്ടിരിക്കുമല്ലയോ? ഇനി എന്തോ പറയാൻ ഇതിനെ കുറിച്ച്. ഫെമിനിസം ആണുങ്ങൾക്കെതിരെ നിൽക്കുന്നല്ല, ഇനിക്വാളിറ്റിക്കെതിരെ നിൽക്കുന്നതാണ്. നിനക്ക് ബുദ്ധി ഇല്ലാത്തതിന്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. നീ ഇവിടെ ഇതൊന്നും കാണുന്നില്ലയോ? ഇത് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് വേണ്ടിയാണ് ഈ ഫെമിനിസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതായിട്ട് കണ്ടത് മൊത്തം ഫെമിനിസം ആൺപിള്ളേരെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സാധനമായിട്ടാണ്. നിങ്ങൾ ഇക്വാലിറ്റി എന്ന് മാത്രം പറയല്ലേ. ഇപ്പൊ അത് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ചിരി വരുവാ. പാട്രിയാർക്കി മെന്നിന് കൂടുതൽ പവർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ബിക്കോസ് ദേ ആർ മെൻ. ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത് എന്തോ മരുന്നാണോ പുരുഷന് കൂടുതൽ ബലം കൊടുക്കാൻ വേണ്ടി? പുരുഷൻ എന്തോത്തിലാണ് ഈ പുരുഷാധിപത്യം നടത്തിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു പുരുഷൻ ഒരിടത്ത് ഉയർന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവുകൊണ്ടാണ്, അല്ലാതെ വേറെ ആരും കൊടുത്തതല്ല. അല്ലാതെ കുറച്ച് ഫെമിനിസ്റ്റ് എല്ലാം കൂടെ വന്നിട്ട് പെണ്ണിനും ഇത് കൊടുക്കണം പെണ്ണിന് ഇത് കൊടുക്കണം എന്ന് പറയുന്നോട്ട് ആണിന് വേണ്ടി ആരും പറയാനില്ല. അവൻ സ്വയം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടുന്നതാ. ആണുങ്ങൾ തീരുമാനം എടുക്കണം, പെണ്ണുങ്ങൾ അനുസരിക്കണം. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ നീയൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും എല്ലാവരും. എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ഞങ്ങൾ മിണ്ടായിരിക്കുമല്ലേ. എന്തോ പറയാനാ? നീയൊക്കെ തന്നെ ഈ കിടന്ന് താളം അടിക്കുകയും കിടന്ന് വാ തുറന്ന് കൊളവണ അടിക്കുന്നത്. നിന്റെ കൂട്ടുള്ള ഫെമിനിസ്റ്റ് ഒരു ബുദ്ധി ഇല്ലാതെ ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തിറങ്ങുന്നത്. അല്ലാതെ ഞങ്ങളൊന്നും മിണ്ടാൻ വരാറില്ല. നീയൊക്കെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും കിടന്ന് കുറയ്ക്കുന്നത്. ഈ പാട്രിയാർക്ക് തന്നെ ആണുങ്ങളുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അവരെപ്പോഴും ഭയങ്കര ടഫ് ആയിട്ടിരിക്കണം. ബ്രോ, നീ എന്തുവാ ഈ പറയുന്നേ? മോളെ, നിനക്ക് എന്താ കുഴപ്പം? നീ ബുദ്ധി വളർന്നു വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. നിനക്ക് അതിന്റെ കുഴപ്പമായത്. പുരുഷന്മാര് ടഫ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കരയാൻ അറിയാൻ വയ്യാനായിട്ടോ അല്ല, അവർക്കത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയത്തില്ല. ആൺകുട്ടികളാണെങ്കിലും വിഷമം വരുമ്പോൾ കരയാറുണ്ട്. പെൺകുട്ടികളുടെ കൂടെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല അവര് കൂടുതലും ഹൈഡ് ചെയ്ത് വെക്കും അവർ ഇമോഷൻ. അത് അങ്ങനെ അതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ അവർ കട്ടിയുള്ള മനസ്സുമായിട്ടൊന്നും അല്ല. പാട്രിയാർക്കിക്കെതിരാണ് ഫെമിനിസ്റ്റ്. പാട്രിയാർക്കിക്ക് വേണ്ടി ഫെമിനിസം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ കാണുന്ന ഫെമിനിസം അതല്ലല്ലോ. ഇവിടെ ചുമ്മാതിരുന്നാലും കുറെ ഫെമിനിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ആൺപിള്ളേരെ കുറ്റം പറയാം, ആണ് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഇതെന്തോ പറയാനാ? നിനക്ക് ഇതെല്ലാം കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറയാൻ പറ്റി ഫെമിനിസ്റ്റുകളെല്ലാം ഇക്വാലിറ്റിക്ക് വേണ്ടി ലൈക്ക് നടന്ന് പോരാടുന്നതെന്ന് നോക്കും. If you can wear what you want, നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നോ പറയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ that's literally because of feminism. നോ പറയേണ്ടടുത്ത് നോ പറയണമെന്നുണ്ടെങ്കിൽ ഫെമിനിസം അല്ല വേണ്ടത്, പുറകിൽ ഒരു നട്ടലാ വേണ്ടത്. അല്ലാതെ വാഴപ്പൂവും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഫെമിനിസം എന്ന് പറഞ്ഞ് പെൺപിള്ളേരെല്ലാം ഇവിടെ കാട്ടിക്കൂടുന്നത് കണ്ടോണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ലെങ്കിൽ ഒൺലി ഫാൻസ് അങ്ങനെ തുടങ്ങിയേക്കുക എന്ന് പറഞ്ഞ് നീ തുടങ്ങിയെന്നല്ല പറയുന്നത്. ഇപ്പൊ പൊതുവെയുള്ള പെൺപിള്ളേർ മൊത്തം അങ്ങനെ തുടങ്ങി. ഫ്രീഡം വേണം ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതല്ല ഫ്രീഡം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എല്ലാ പെൺകുട്ടികൾക്കും എതിരല്ല, പക്ഷെ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയില്ല പോരാടുന്നതെന്ന് പറഞ്ഞിട്ട് ആൺപിള്ളേരെ അടിച്ചാക്ഷേപിക്കുന്ന കുറെ ഫെമിനിസ്റ്റ് ഉണ്ട്. ഞാൻ അവർക്കെതിരെയാണ് സംസാരിക്കുന്നത്. സോ രണ്ടുപേരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക.